കസാൻഡ്ര മെയ് സ്പീറ്റ്മാൻ ഈ അടുത്ത കാലത്തൊക്കെ ഈ സംഗീതമൊക്കെ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ജർമ്മൻ ഗായികയാണ്. അവർക്ക് കാഴ്ച ശക്തിയില്ല, പക്ഷേ മനോഹരമായി ഇന്ത്യൻ സംഗീതത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയൊക്കെ പിന്തുടരുന്ന ഒരു ഗായികയാണ്. അപ്പോൾ ഒരുപാട് പാട്ടുകളിലൂടെ ഇന്ത്യയിലും വളരെ ശ്രദ്ധേയയാണ്. മൻ കി ബാത്തിൽ അവരെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരു വേള പരാമർശിക്കുകയുണ്ടായി. ഇന്നലെ പ്രധാനമന്ത്രിയുമായി കണ്ടു. പ്രധാനമന്ത്രിക്ക് മുന്നിൽ പാട്ടുപാടി. പ്രധാനമന്ത്രി താളം പിടിച്ചു. वसुदेवं भजे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे. Opportunity to see you here. Thank you. So you want lotus? Yes. No, lotus is a symbol of my party. I must congratulate you the way in which you have taken care of her. Thank you. കെ വി ശ്രീധരനുണ്ട് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം. ശ്രീധര, ഈ കസാൻഡ്രയുടെ ഈ അടുത്ത കാലത്തെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റാണ്. അപ്പോൾ നമുക്കൊരു കൗതുകം കൂടിയാണല്ലോ ഒരു ജർമ്മനിയിലുള്ള ഒരു ഗായിക ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ഗാനങ്ങളൊക്കെ പാടുക, അതും പ്രധാനമന്ത്രിക്ക് മുമ്പിൽ. പ്രധാനമന്ത്രി താളം പിടിക്കുന്നു. ഒരു കൗതുക കാഴ്ച കൂടിയാണ്, ഒപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സന്തോഷം തോന്നുന്ന കാഴ്ചയാണ്. എന്തൊക്കെയാണ് ഇന്നലത്തെ ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത്? ഇവരെക്കുറിച്ച്, കസാൻഡ്രയെക്കുറിച്ച് മൻ കി ബാത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിമിഷം, നമ്മൾ എത്രയൊക്കെയായാലും ഈ വിദേശത്തുള്ള ആളുകൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സംഗീതത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നതും അതൊക്കെ അവർ പിന്തുടരുന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ഏതായാലും ആ ഭാരതീയ സംസ്കാരം അംഗീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ, ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കും തോന്നുന്ന ഒരു കാര്യമാണ്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ അച്യുതം കേശവം രാമനാരായണൻ എന്നൊക്കെ പാടി വരുന്ന, അല്ലെങ്കിൽ ആ പാടി പഠിച്ചൊരു തലമുറ ഉള്ള ഒരു നാടാണ്. അത് ഒരു വിദേശ വനിത പാടി കേൾപ്പിക്കുന്നു, അത് നമ്മുടെ പ്രധാനമന്ത്രി അതിനൊപ്പം താളം പിടിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ട്. ഏതായാലും കസാൻഡ്ര മെയ് സ്പീറ്റ്മാൻ എന്നാണ് ഈ ജർമ്മൻ വനിതയുടെ പേര്. 21 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഏതായാലും ഇവർക്ക് ഉള്ള ഒരു പ്രധാന ഇവരെല്ലാ ഭാഷയിലും ഇന്ത്യൻ സംസ്കാരത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, ഇന്ത്യൻ സംഗീതത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവർ ഇന്ത്യയിലെ കന്നഡ, അതുപോലെ തന്നെ ബംഗാളി, ഹിന്ദി, തെലുഗു, മലയാളത്തിൽ വരെയുള്ള പാട്ടുകളൊക്കെ അവർ പാടിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ യൂട്യൂബ് പേജിലൊക്കെ ലഭ്യമാണ്. ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർക്ക് കാഴ്ച വൈകല്യമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ആ ന്യൂനതകളെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ വിവിധ വിദേശ ഭാഷകൾ ഒക്കെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ അതിലൊക്കെ സംഗീതം കൊണ്ട് ആ പരിമിതിയെ മറികടക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച അത് നമ്മൾ കാണേണ്ടതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് ഇന്നലെ പല്ലടത്ത്, തമിഴ്നാട്ടിലെ പല്ലടത്ത് ഒരു പൊതുപരിപാടിക്ക് വന്നായിരുന്നു. അവിടെ വെച്ചാണ് ഈ കസാൻഡ്രയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അവരുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഈഷ ഫൗണ്ടേഷനിലേക്ക് വന്നതാണ്, കോയമ്പത്തൂരിലെ ഈഷ ഫൗണ്ടേഷനിലേക്ക് വന്നതാണ് കസാൻഡ്ര മേ. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ച് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോടൊപ്പം അല്പസമയം ചിലവഴിക്കാനൊക്കെ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നരേന്ദ്രമോദി ഈ പാട്ടിനൊപ്പം താളം പിടിക്കുകയും ഒരു വേള കൂടെ പാടുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഈ ഒരു പാട്ട് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഒരു തമിഴ് ശിവഭക്തി ഗാനം കൂടി കസാൻഡ്ര മേ അവിടെ ആലപിക്കുകയും ചെയ്തു. ഏതായാലും മുൻപ് 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ കസാൻഡ്രയെക്കുറിച്ച് പറഞ്ഞതോടുകൂടിയാണ് ഇന്ത്യയിൽ കൂടുതൽ ഇവർ ശ്രദ്ധേയാകുന്നത്. ഏതായാലും ഇനിയും ഈ വൈകല്യങ്ങളെയൊക്കെ കീഴടക്കിക്കൊണ്ട് ഇവർ കൂടുതൽ ഉയരത്തിലേക്ക് ഇന്ത്യക്കാർ പൂർണ്ണമായും അല്ലെ അങ്ങനെ ആ ഗായികയെ സ്വീകരിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ പാട്ടുകൾക്കുള്ള പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ